നമസ്കാരം. ബി.ജെ.പി തിരുവനന്തപുരത്ത് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. സത്യത്തിൽ തിരുവനന്തപുരം മാത്രമല്ല, കേരള സംസ്ഥാനം ഒന്നാകെ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മേയർ തെരഞ്ഞെടുപ്പാണ് ഇന്നിപ്പോൾ അവസാനിച്ചത്. അല്പസമയം മുമ്പ് അവസാനിച്ചത്. നമ്മളിപ്പോഴുള്ളത് തിരുവനന്തപുരം നഗരസഭാ ഹാളിലാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്നും ആദ്യമായി ബി.ജെ.പിക്ക് ആദ്യമായി കേരളത്തിൽ ഒരു മേയർ ആയിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അഡ്വക്കേറ്റ് വി വി രാജേഷ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 51 വോട്ടുകളാണ് വി വി രാജേഷിന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത് എന്നതാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പാണ്, മേയർ തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്ത് നടന്നത്. ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ എല്ലാം തന്നെ ഈ തിരുവനന്തപുരത്തായിരുന്നു കഴിഞ്ഞ കുറേ മണിക്കൂറുകളോളം. ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥിയായി വി വി രാജേഷിനെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി GS ആശാനാഥിനെയും കഴിഞ്ഞ ദിവസം പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. കൃത്യം രാവിലെ 10:30 തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് കൃത്യം 1 മണിയോടുകൂടി അഡ്വക്കേറ്റ് വി വി രാജേഷ്, അനന്തപുരിയുടെ VVR, പ്രവർത്തകരുടെ സ്വന്തം VVR, ഇന്നിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. 51 വോട്ടുകൾ ബി.ജെ.പിക്ക് ലഭിച്ചു. ബി.ജെ.പിയുടെ 50 കൗൺസിലർമാരാണ് ലഭിച്ചു വന്നത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി ബി.ജെ.പിക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 29 വോട്ടുകൾ LDFന് ലഭിച്ചിട്ടുണ്ട്. LDFന് 29 കൗൺസിലർമാരുണ്ട്. 17 വോട്ടുകളാണ് UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥിന് ലഭിച്ചത്. സത്യത്തിൽ UDFന് 19 കൗൺസിലർമാരുണ്ട്. 2 വോട്ടുകൾ അസാധുവായിട്ടുണ്ട് എന്നാണ് പ്രഖ്യാപനം. അതായത് UDFിൻ്റെ 2 വോട്ടുകൾ അസാധുവായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. 19 വോട്ടുകൾ ലഭിക്കേണ്ട UDFന് 17 വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ രീതിയിൽ ബി.ജെ.പി പ്രവർത്തകർ വലിയ ആവേശം തന്നെയായിരുന്നു. അല്പസമയം മുമ്പാണ് മേയറുടെ സത്യപ്രതിജ്ഞ ഇവിടെ നടന്നത്. മേയറെ ഇപ്പോൾ മേയറുടെ ഓഫീസ് മുറിയിലേക്ക് ആനയിച്ചിരുത്താൻ വേണ്ടി നേതാക്കന്മാരടക്കം പോയിട്ടുണ്ട്. സംസ്ഥാന നേതാക്കന്മാർ, അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ വി മുരളീധരൻ, നിലവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള സംസ്ഥാന നേതാക്കന്മാർ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ മേയറുടെ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞയ്ക്കും സാക്ഷ്യം വഹിക്കാനായി. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ കുറിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. സുഭദ്രമായൊരു രാജ്യം പടുത്തുയർത്തിയ ശക്തി, കേരള നാടിനെ അടിമുടി മാറ്റാൻ ഇനി വരണം ബി.ജെ.പി. ഇടതല്ലെങ്കിൽ വലത്, വലതല്ലെങ്കിൽ ഇടത്, തിരഞ്ഞെടുത്തു മടുത്ത ജനത്തിനു പ്രതീക്ഷ ഇനി ബി.ജെ.പി. പ്രതീക്ഷ ഇനി ബി.ജെ.പി. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും. മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം ബി.ജെ.പി. 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 ജാതി മതങ്ങളുമില്ല, ഇടയ്ക്കു മതിലുകളില്ല, എല്ലാവർക്കും ഒപ്പം നിൽക്കും, എല്ലാവർക്കും വേണ്ടി. മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സുഭദ്രമായൊരു രാജ്യം പടുത്തുയർത്തിയ ശക്തി, കേരള നാടിനെ അടിമുടി മാറ്റാൻ ഇനി വരണം ബി.ജെ.പി. ഇടതല്ലെങ്കിൽ വലത്, വലതല്ലെങ്കിൽ ഇടത്, തിരഞ്ഞെടുത്തു മടുത്ത ജനത്തിനു പ്രതീക്ഷ ഇനി ബി.ജെ.പി. പ്രതീക്ഷ ഇനി ബി.ജെ.പി. വികസിത കേരള സ്വപ്നം വിടർന്നു നേരായി തീരും. മാറാത്തതും ഇനി മാറും, അതിനായി ഇനി വരണം ബി.ജെ.പി. 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 ബി.ജെ.പി.
ഇടയ്ക്കു മതിലുകളില്ല, എല്ലാവർക്കും ഒപ്പം നിൽക്കും, എല്ലാവർക്കും വേണ്ടി. ദേശീയതയുടെ വർണ്ണം പുതുപുലരിക്ക് പ്രതീകം, അതാണു താമര, അത് വിരിയണം കേരള ഹൃദയം തന്നിൽ.